ശ്രീക്ക് പിന്നാലെ സിൽവർ ലൈൻ പദ്ധതിയിലും കേന്ദ്രത്തിന് വഴങ്ങാൻ കേരളം. പദ്ധതിയിൽ മാറ്റം വരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രൊജക്ടിന് അനുമതി ലഭിക്കത്തക്ക വിധത്തിൽ മാറ്റമുണ്ടാകുമെന്നും മാറ്റം ഏത് തരത്തിലായിരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് കെ-റെയിൽ പദ്ധതിയിൽ മാറ്റം വരുത്തുമെന്ന കാര്യം പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചത്. ഫണ്ടായിരുന്നില്ല, പദ്ധതിക്കുള്ള കേന്ദ്രാനുമതിയായിരുന്നു കെ-റെയിലിന്റെ തടസ്സം. അത് പരിഹരിക്കുന്നതിനുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ MV ഗോവിന്ദൻ പ്രസ്താവിച്ചത്. പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി, പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കെ-റെയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ച കെ-റെയിലിൽ കാതലായ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ MV ഗോവിന്ദൻ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം മാറ്റം ഏത് രീതിയിലെന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തത വരുത്തിയിട്ടില്ല. അതിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞില്ല. തീരുമാനം വരുമ്പോൾ അത് പറയാം. മാറ്റം എന്തായാലും ഉണ്ടാവും. അതൊന്നും തീരുമാനിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതെ. ശ്രീധരൻ റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ച പദ്ധതിയോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അനുകൂല നിലപാടായിരുന്നു. കേന്ദ്രത്തിന് കൂടി പങ്കാളിത്തമുള്ള ആ പദ്ധതിയാണോ നടപ്പിലാക്കാൻ പോകുന്നതെന്നതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ PM ശ്രീക്ക് പിന്നാലെ സ്വപ്ന പദ്ധതിയായ കെ-റെയിലും കേരളം കേന്ദ്രത്തിന് കീഴടങ്ങി എന്നുറപ്പിക്കാം. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.